നമസ്കാരം. സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്കൊക്കെ എത്ര പരിമിതമായ വാക്കാണ്. സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ എത്രയോ മാരക ശക്തിയുള്ള ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ അഴിച്ചുവിട്ടത്. രാത്രിയിൽ നടന്ന ആക്രമണം കൃത്യം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റിന് സംഭവിച്ച ആക്രമണം അതേക്കുറിച്ച് പുറം ലോകം അറിയുന്നതിനും സ്ഥിരീകരണം ഉണ്ടാകുന്നതും രാത്രി 1 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ലോകം ക്യാമറ കണ്ണുകളിലൂടെ ആ ഭീകര ദൃശ്യങ്ങൾ കാണുകയാണ്. ലോകത്തെ വാർത്താ ചാനലുകളും മറ്റ് മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ ഒരു വാർത്ത ഏറ്റവും അധികം വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കുകയാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആക്രമണത്തിന്റെ കൃത്യമായ ഇപ്പോൾ അറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇന്ത്യ ഉപയോഗിച്ചത് റഫാൽ വിമാനങ്ങളാണ്. ഏറെ ദിവസമായി പ്രതീക്ഷയുണ്ട്. നമ്മൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ വിമാനങ്ങൾ ഏറെ വിവാദ വിഷയമായിരുന്നു. റഫാലിന്റെ വിലയെക്കുറിച്ചും ആ ഡീലിന്റെ സുതാര്യതയെക്കുറിച്ചും റഫാലിന്റെ പ്രഹരശേഷിയെക്കുറിച്ചും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ദൂരീകരിക്കുന്ന രീതിയിൽ വ്യക്തമായ ആകാശാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ സ്പേസിൽ കടക്കാതെ ഇന്ത്യയുടെ എയർ സ്പേസിനുള്ളിൽ നിന്നുകൊണ്ട് പഞ്ചാബിന്റെയും കാശ്മീരിന്റെയും എയർ സ്പേസിൽ ഉള്ളിൽ നിന്നുകൊണ്ട് റഫാൽ വിമാനങ്ങൾ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആക്രമണം നടത്തുന്ന സ്ഥലങ്ങൾ നോക്കൂ. ബഹാവൽപൂർ എന്ന് പറയുന്നത് അതിർത്തിയിൽ നിന്നും പാക് പഞ്ചാബിൽ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്ററിലധികം ഉള്ളിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം എയർ ടു ലാൻഡ് മിസൈൽ എന്ന് പറയുന്നത് ഏതാണ്ട് 300-ലധികം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന സ്കാൽപ്പ് മിസൈൽ സിസ്റ്റം. അത് റഫാൽ വിമാനത്തിൽ ഉപയോഗിക്കാവുന്ന പ്രത്യേകതരം മിസൈലാണ്. ആ മിസൈലാണ് 100 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലേക്ക് അയച്ചിരിക്കുന്നത്. അതുപോലെ കേവലം 30 കിലോമീറ്റർ മാത്രം അകലെയുള്ളതാണ് മുറിഡ്ഖെ എന്ന് പറയുന്ന താവളം. അത് ലഷ്കർ ഇ തോയ്ബയുടെ താവളമാണ്. അവിടേക്ക് അയച്ചതും ഈ റഫാലിൽ നിന്ന് തന്നെ കുതിച്ച് താണ് ആ ഡയറക്റ്റ് ചെയ്ത ക്രൂസ് മിസൈലുകളാണ്. അപ്പോൾ 3 തരം മിസൈൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ 2 തരം മിസൈൽ സംവിധാനവും അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനവും ഉണ്ട്. അത് ഹമ്മർ എന്ന് പറയുന്ന സംവിധാനവും ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ എന്ന് പറയുന്നത് റഫാലിൽ നിന്ന് പോകേണ്ട മിസൈൽ എന്ന് പറയുന്നത് സ്കാൽപ്പ് മിസൈലാണ്. സ്കാൽപ്പ് മിസൈൽ ക്രൂയിസ് ടൈപ്പ് മിസൈലുകളാണ്. ആകാശത്തു നിന്നും അതായത് വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത് കരയിലെ ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാൻ കഴിയുന്ന ക്രൂസ് മിസൈലുകളാണ്. ആ മിസൈലുകളാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലൊപ്പം തന്നെ ഉപയോഗിച്ച മിസൈലാണ് മീറ്റിയോർ. ഉൽക്ക എന്ന അർത്ഥം വരുന്ന മീറ്റിയോർ. അതിന്റെ റേഞ്ച് കുറച്ചുകൂടെ കുറവാണ്. 120 മുതൽ 145 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മീറ്റിയോർ മിസൈലുകളും ഉപയോഗിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. ഈ മിസൈൽ സംവിധാനത്തെ കോർഡിനേറ്റ് ചെയ്ത് പ്ലെയിനുമായി ഘടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഹമ്മർ സംവിധാനം. ഇതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ പറയാനാവില്ല പാകിസ്ഥാന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തു എന്ന് പറയാനാവില്ല. ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു യുദ്ധം പാകിസ്ഥാനോടല്ല, യുദ്ധം പാകിസ്ഥാൻ ജനതയോടല്ല, ഒരു പരിധിവരെ യുദ്ധം പാകിസ്ഥാൻ ആർമിയുമായിട്ട് പോലുമല്ല. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആർമിയും ISIയും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത സ്റ്റൂജുകൾ, അതായത് പ്രോക്സികൾ, അതുമല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അവരാണ് തീവ്രവാദികൾ. ഒരു തീവ്രവാദ വിഭാഗമല്ല എന്ന് ഓർക്കണം. ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ എന്നീ വിഭാഗങ്ങളും ലഷ്കർ ഇ തോയ്ബ, അതുപോലെ ജയ്ഷെ മുഹമ്മദ് എന്നീ തീവ്ര വിഭാഗങ്ങളും ഇതെല്ലാം ചേർന്ന ടെറർ നെറ്റ്വർക്കിനെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ലഷ്കർ കേന്ദ്രങ്ങളിൽ മാത്രമല്ല ആക്രമണം. വേണമെങ്കിൽ പറയാം ലഷ്കറാണ് ആക്രമിച്ചത്. അതുകൊണ്ട് മറുപടിയും ലഷ്കർ കേന്ദ്രങ്ങളിൽ മാത്രമാണല്ല, ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളാണ് കൂടുതൽ ആക്രമണം വിധേയമായത് എന്ന് പറയുമ്പോൾ ആ ടെറർ നെറ്റ്വർക്ക് അത് വളരെ വ്യാപകമാവുകയാണ്. അതുകൊണ്ട് ആ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 80 പേര്, പ്രത്യേകിച്ചും കൂടുതലും തീവ്രവാദികളായ ആളുകൾ ഇവിടെ മരിച്ചു എന്ന് ഏർലി റിപ്പോർട്ട് വരുന്നു. കൃത്യം 10 മണിക്ക് സൈനിക ബ്രീഫിംഗ് ഉണ്ടാകും, പത്രസമ്മേളനം ഉണ്ടാകും. ജനങ്ങളുമായി പങ്കുവയ്ക്കാവുന്ന വിവരങ്ങൾ സൈന്യം തീർച്ചയായും നൽകുന്ന ഒരു സമയമാണ്. അതിന് തൊട്ട് മുൻപ് ആണ് ഈ ഭാഗം റെക്കോർഡ് ചെയ്തത് എന്നുകൊണ്ട് കൃത്യമായ കണക്കുകൾ ആ സമയത്ത് മാത്രമേ വരൂ എന്നുകൂടി പ്രേക്ഷകരെ ഓർപ്പിക്കട്ടെ. അതിനുശേഷം രാഷ്ട്രീയ നേതൃത്വം രാജ്യത്തോടായി തന്നെ പറയുന്നതാണ്. ക്യാബിനറ്റിന്റെ മീറ്റിംഗ് ഉണ്ട്, ക്യാബിനറ്റ് സുരക്ഷാകാര്യ സമിതിയുടെ മീറ്റിംഗ് ഉടനടി നടക്കുന്നു. അതിനുശേഷം ഫുൾ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. രാജ്യത്തോടായി തങ്ങളുടെ ദൗത്യം
നിറവേറ്റിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും പറയാൻ കിട്ടുന്ന അവസരമാണ്. എന്നാൽ ഒരുപക്ഷെ അടുത്ത വേവ് ഓഫ് അറ്റാക്ക് ഉണ്ടായിരിക്കുക. ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞത് പ്രതീക്ഷിച്ചിരുന്ന കാര്യവുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. മോക്ക് ഡ്രിൽ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആക്രമണം ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് മോക്ക് ഡ്രില്ല് പ്രഖ്യാപിച്ച ദിവസം, അത് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മിഡ്നൈറ്റിൽ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു 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 തയ്യാറെടുപ്പും അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റും ഒരു മിന്നൽ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ഫോഴ്സുകളുണ്ട്. ആ ഫോഴ്സുകളെ തുച്ഛീകരിച്ച് കാണുകയും പൂർണ്ണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്ക് കാടക വിരുദ്ധമായ രീതിയിൽ പാകിസ്ഥാന്റെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഫാബ്രിക്കേറ്റഡ്, നട്ടാൽ കുരുക്കാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അതുപോലെയുള്ള കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അതനുസരിച്ച് 15-ലധികം സൈനിക ക്യാമ്പുകളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി. നമ്മുടെ റഫാൽ വിമാനങ്ങൾ 2-3 തവിട് പൊടിയായി എന്ന് വേണ്ട ചില സ്ഥലങ്ങളുടെ പേരുൾപ്പെടെ പറഞ്ഞ് അവിടെ എല്ലാം ആക്രമണം നടന്നു എന്ന രീതിയിൽ വ്യാജ പ്രചരണം. യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം ആദ്യ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ട്രൂത്ത് ആണ്. ട്രൂത്ത് ഈസ് ദ കാഷ്വാലിറ്റി, ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ എനി വാർ. അത് ഈ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു. എന്നാൽ അതിർത്തിയിൽ നിന്നും കനത്ത ഷെല്ലാക്രമണം നടക്കുന്നു എന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 7-8 സെക്ടറുകളിൽ, ഉറി, പൂഞ്ച് സെഗ്മെന്റിലൊക്കെ തന്നെ ഈ അതിർത്തിയിൽ നിന്നും ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും. ഇപ്പോൾ ടാങ്കുകൾ ഉപയോഗിക്കുന്നു, പാകിസ്ഥാൻ സൈന്യം ടാങ്കുകൾ ഉപയോഗിക്കുന്നു എന്ന വിവരം വരുന്നു. ഒരു ടാങ്ക് യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇന്ത്യയുടെ ടാങ്ക് സംവിധാനം, കരസേനയുടെ കൈവശമുള്ള അത്യന്താധുനികമായ ടാങ്കുകളും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അർജുൻ ടാങ്ക് ഉൾപ്പെടെയുള്ള ടാങ്കുകളും ഓൾ ടെറൈൻ ടാങ്കുകളാണ്. അത് കാശ്മീരിന്റെ മണ്ണിൽ തലങ്ങും വിലങ്ങും പായാനുള്ള സാധ്യതയുണ്ട്. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, ഇപ്പോൾ ആക്രമണം മാത്രമാണ് നടന്നത്. പാകിസ്ഥാന്റെ ലാൻഡ് സ്പേസോ എയർ സ്പേസോ അത് ലംഘിച്ചിട്ടില്ല. ആകാശത്തു നിന്ന് വന്ന ടാർഗറ്റുകൾ തീവ്രവാദ ക്യാമ്പുകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പുകൾ ഇതൊക്കെയാണ്: ബഹാൽപൂർ ക്യാമ്പ്, മുറിഡ്കെ ക്യാമ്പ്, സിയാൽകോട്ട് ക്യാമ്പ്, ചക് അമ്രു ക്യാമ്പ്. ഇതെല്ലാം പഞ്ചാബിലെ ക്യാമ്പുകളാണ്. അതുപോലെ പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദ് ക്യാമ്പ്, കോട്ട്ലി ക്യാമ്പ്, ഗുൽപൂർ, ബിംബർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ, എല്ലാ ഭീകര സംഘടനകളുടെയും ക്യാമ്പുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. അപ്പൊ ഇന്ത്യ ലോകത്തോടായി പറയുന്ന കാര്യം, ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി ശത്രുതയില്ല. പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ടോ ജനങ്ങളുമായിട്ടോ അല്ല ശത്രുത, മറിച്ച് ഞങ്ങൾക്കെതിരെയുള്ള ഭീകരത അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ല എങ്കിൽ ചുൻ കർമാരേഖ എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന കാഴ്ച. അതുകൊണ്ടാണ് 9 ഇടത്തേക്ക് ആക്രമണം. റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചു. ഫ്രാൻസിന്റെ വിമാനങ്ങളാണ്. ഫ്രാൻസ് വിജയകരമായി പരീക്ഷിച്ച വിമാനമാണ്. പ്രത്യേകിച്ച് ISIS-നെതിരെ നടന്ന ആക്രമണം, ഇറാഖിലും സിറിയയിലുമുള്ള IS ഭീകരതയ്ക്കെതിരെ ഒരു ദശകത്തിന് മുൻപ് നടന്ന ആക്രമണത്തിൽ വിജയകരമായി ഉപയോഗിച്ച ആയുധങ്ങളും വിമാനവുമാണ് ഫ്രാൻസിൽ നിന്നും വാങ്ങിയ ഇന്ത്യയും ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കോഡ് നെയിം 88 കോഡഡ് കൺട്രോൾ റൂം, അത് പാകിസ്ഥാന്റെ കൺട്രോൾ റൂമാണ്. അപ്പോൾ ആ കൺട്രോൾ റൂം ഉൾപ്പെടെ ഡിസ്ട്രോയ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യ ഒബ്ജക്റ്റീവ് ഇന്ത്യ നേടിയിരിക്കുന്നു, മറുപടി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ ശാന്തമാകുമോ എന്നത് മാത്രമാണ് തർക്കവിഷയം. കഴിഞ്ഞ പ്രാവശ്യം 2019 ബാലാക്കോട്ട് ആക്രമണം നടത്തിയതിനു ശേഷം പ്രത്യാക്രമണം ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് കാര്യമായി ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ അതവിടെ ഡൈ ഡൗൺ ചെയ്യും. അല്ല എങ്കിൽ രണ്ടാമത്തെ വേവ് നമ്പർ 2 ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക്, തേർഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇതൊരു ഫുൾ സ്കെയിൽ യുദ്ധമായി പരിണമിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വെർട്ടിക്കൽ ഒരു എസ്കലേഷൻ ഇവിടെ നടന്നിരിക്കുന്നു. 2 ഭാഗത്തും അതിശക്തമായ സേനാ വിന്യാസം, അതാണ് വെർട്ടിക്കൽ എസ്കലേഷൻ. മൂർധന്യത്തിലായിരിക്കുന്ന സംഘർഷം, വെർട്ടിക്കൽ എസ്കലേഷൻ. പക്ഷേ ഹൊറിസോണ്ടൽ എസ്കലേഷൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല. കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ പക്ഷം പിടിച്ച് രംഗത്ത് വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ എസ്കലേഷൻ എന്ന് പറയുന്നത്. അത് ഇതുവരെ സംഭവിച്ചില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം
ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മണ്ണിലേക്ക് ആ ഒരു സംഘർഷം ഒതുക്കുകയും ഒരു വൺ ടൈം അറ്റാക്കായി ഇതിനെ കരുതുകയാണെങ്കിൽ പരിപൂർണമായ സമാധാനത്തിലേക്കും കാര്യങ്ങൾ വരും. ഇനി ഇന്ത്യക്കെതിരെ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിരണമെങ്കിൽ 10 വട്ടം ആലോചിക്കേണ്ടി വരും. പക്ഷെ ഈ ആക്രമണത്തിന്, ഇന്ത്യ ഇപ്പോൾ നൽകിയ ഈ ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാതിരിക്കാനുമാവില്ല. കാരണം പൊതുജന സമ്മർദ്ദം അത്രയധികമാണ്. പാകിസ്ഥാന്റെ ആർമിക്ക് മുഖം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കണം. അല്ല എങ്കിൽ അവർക്ക് മുഖം നഷ്ടപ്പെടും. അത് മാത്രമല്ല, ഒരു യുദ്ധത്തിലൂടെ മാത്രമേ പാകിസ്ഥാൻ ജനറൽ അസിം മുനീറിനെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകാനുള്ള മോഹം പൂവണിയൂ. അതിലേക്ക് അസിം മുനീർ പാകിസ്ഥാന്റെ സേനകളെ കൊണ്ടെത്തിക്കുമോ, അതോ അടിക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു, സമാധാനമായി, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നിനും പോകുന്നില്ല എന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നതെങ്കിൽ ഇനി യുദ്ധരംഗത്തൊന്നും കാര്യമായ വാർത്തകൾ വരില്ല. പക്ഷെ ഏത് രീതിയിലേക്കും നീങ്ങാവുന്ന ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. താങ്ക് യു.